ശ്രീ രാഹുൽ ഈശ്വർ, ഇക്കാലം അത്രയും നമ്മൾ കണ്ടത് ഇപ്പോൾ എൻ ഡി എ യോഗം എന്ന് നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ കേട്ടിട്ടില്ല, എൻ ഡി എയിൽ ചർച്ച എന്ന് നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ കേട്ടിട്ടില്ല. പോട്ടെ, പാർലമെന്റിൽ പ്രതിപക്ഷവുമായി ചർച്ച എന്നേ കേട്ടിട്ടില്ല. പല സാധനങ്ങളും രാവിലെ തീരുമാനിക്കുന്നു, ഉച്ചയ്ക്ക് അപ്പം ചുട്ടപ്പോൾ നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. എല്ലാ രാഷ്ട്രീയവും പോകട്ടെ രാഹുൽ ഈശ്വർ, സഭയിൽ ആര് ഭരിച്ചാലും കരുത്തോടെ ഒരു പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ളത് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് രാഹുലിനും ആശ്വാസമാകുന്നുണ്ടോ, സന്തോഷമാകുന്നുണ്ടോ രാഹുൽ? ഒരു വലതുപക്ഷക്കാരൻ എന്ന നിലയിൽ പ്രതിപക്ഷത്തിന്റെ വളർച്ചയും ശക്തിയും ഇന്ത്യക്ക് നല്ലതാണ്, ഭാരതത്തിന് നല്ലതാണ്. കാരണം എല്ലാ രാജ്യത്തിനും ഒരു സ്ട്രോങ് പ്രതിപക്ഷം ആവശ്യമാണ്. മോദി മന്ത്രിസഭയിലെ സർവ്വസമ്മതനായ മന്ത്രിയാണ് ശ്രീ നിതിൻ ഗഡ്കരി. നിതിൻ ഗഡ്കരിക്ക് ഒരിക്കൽ കോൺഗ്രസിനെ കുറിച്ച് ഇങ്ങനെ തന്നെ പറഞ്ഞു. ലോകാരാധനായ ആത്മീയ നേതാവ് ശ്രീ രവിശങ്കർജി അദ്ദേഹവും പറഞ്ഞിരുന്നു കോൺഗ്രസ് നമ്മുടെ പ്രതിപക്ഷം ശക്തമാകണം എന്ന്. അതിന്റെ കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ നമ്മുടെ RSSന്റെ ബാക്ക്ഗ്രൗണ്ടുള്ള പലരും പോലും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാരായിരുന്നു. അതായത് ആദ്യകാലത്ത് പൂജനീയ ഹെഡ്ഗേവാർജി അടക്കം കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു, ഗാന്ധിയുടെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. പിന്നീടാണ് പല ആശയ വ്യത്യാസം കൊണ്ട് മാറിപ്പോയത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു സെൻട്രിസം വേണം. ഒരു ഗാന്ധിയൻ എന്ന നിലയിൽ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം ഇതൊരു ഗാന്ധി മാർഗത്തിന്റെ തിരിച്ചുവരവാണ്, അല്ലെങ്കിൽ മിഡിൽ പാത്തിന്റെ തിരിച്ചുവരവാണ്, കൺസെൻസസിന്റെ തിരിച്ചുവരവാണ്, മധ്യപാതയുടെ തിരിച്ചുവരവാണ്. നമുക്ക് സെന്റർ റൈറ്റും സെന്റർ ലെഫ്റ്റും വേണം, അല്ലാതെ അൾട്രാ റൈറ്റും അൾട്രാ ലെഫ്റ്റും, ഫാർ റൈറ്റും ഫാർ ലെഫ്റ്റും, തീവ്ര വലതും തീവ്ര ഇടതും അല്ല വേണ്ടത്. ഒരർത്ഥത്തിൽ ആ മധ്യവർത്തി നയങ്ങളുടെ തിരിച്ചുവരവാണ്. ഒരു ഉദാഹരണം, BJP ശക്തമായിട്ട് എതിർക്കുന്നതാണ് 4% മുസ്ലിം സംവരണം ആന്ധ്രയിൽ. ശക്തമായി അതിനെ അനുകൂലിക്കുന്ന ആളാണ് നമ്മുടെ ആന്ധ്രയുടെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ആന്ധ്രയുടെ നിയുക്ത മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. അപ്പൊ ഒരുപാട് ഇത്തരം വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളും ആണ് ഇന്ത്യയുടെ മനോഹരമായ വൈവിധ്യങ്ങൾ. ഇന്ത്യയുടെ രാഹുൽ ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്താണ് സംവരണമടക്കമുള്ള വിഷയങ്ങളിൽ ഇവിടെ താലിമാല പറിച്ചെടുത്ത് മുസ്ലിങ്ങൾ കൊടുക്കുന്നു എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ ഇപ്പോൾ ഘടകകക്ഷിയായിരിക്കുന്ന TDP ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൽ അവിടെ നേരിടുന്ന ആരോപണം അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്ക് കൂടിയായ മുസ്ലിം വിഭാഗത്തിന്റെ പ്രീണനത്തിന് ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് വിരുദ്ധ പക്ഷങ്ങൾ, രണ്ട് വിരുദ്ധ പോളുകളൊക്കെ ചേരുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ ഭംഗിയാണ്. ഒരു തർക്കം അക്കാര്യത്തിൽ രാഹുൽ? അല്ല, അത് അവിടെയാണ് നമ്മളതിനെ വൈരുദ്ധ്യം ഒന്നും പോലുമല്ല, ആ വൈവിധ്യമാണ് ഇന്ത്യയുടെ മനോഹാരിത. അതാണ് ദ ബ്യൂട്ടി ദാറ്റ് ഈസ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന, ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന എന്ത് പേര് വിളിച്ചാലും ഈ മനോഹര രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഈ വൈവിധ്യവും ഈ എന്താ പറയുക ബ്യൂട്ടിഫുൾ കൺസെൻസസ് ഓഫ് കോൺട്രഡിക്ഷൻസും ആണ്. ഇത് വളരെ പോസിറ്റീവാണ്. ഞാൻ ശ്രീ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ആയതിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരുപാട് പേർ, ഞാൻ കുറച്ചുകൂടെ കറേജസ് ആയത് പറയുന്നേ ഉള്ളൂ, ഒരുപാട് BJP സപ്പോർട്ടേഴ്സിനും മോദിയെ ഇഷ്ടപ്പെടുന്നവർക്കും ഇത്തരത്തിലുള്ള ഒരു മന്ത്രിസഭ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നവരാണ്. അനന്തകുമാർ ഹെഡ്ഗെയെ പോലുള്ള എക്സ്ട്രീം ഹാർഡ് ലൈനേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ തെലങ്കാനയിലുള്ള H രാജയെ പോലുള്ള ഹാർഡ് ലൈനേഴ്സ്, അല്ലെങ്കിൽ തീവ്ര സ്വരക്കാർ, കടുപ്പമേറിയ സ്വരക്കാർ, അവർക്ക് ഒരിക്കലും അപ്പർ ഹാൻഡ് കിട്ടണമെന്ന് ആരും വിശ്വസിക്കില്ല. ഈ മാധവി ലത എന്ന് പറയുന്ന സൗദി യൂണിവേഴ്സിറ്റിക്കെതിരെ മത്സരിച്ച വ്യക്തി, ഒരു പള്ളിക്കെതിരെ വില്ല് കുലയ്ക്കുന്ന രംഗം ഒരു ഹിന്ദു എന്ന രീതിയിൽ, ഇന്ത്യക്കാരെന്ന രീതിയിൽ എന്നെ വേദനിപ്പിച്ചതാണ്. ഞാനൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ അതിനെതിരെ പ്രതികരിച്ചതുമാണ്. അപ്പൊ നമുക്ക് വേണ്ട എന്താ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടണം. അതാണ് ജനാധിപത്യം. അല്ല രാഹുൽ ഈശ്വർ, നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ പ്രചരണ കാലയളവിൽ കേട്ട വർഗീയ വർത്താനം നോക്കൂ, അത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നമ്മൾ കേൾക്കാത്തതാണ്. ഇപ്പൊ നരേന്ദ്രമോദി വർഗീയത പറയാത്ത അല്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പച്ചയ്ക്ക് ഒരു മടിയുമില്ല. താങ്കൾ ഈ പറയുന്ന ഹാർഡ് ലൈൻസിന്റെ സ്വഭാവത്തിൽ ഒരു പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന്റെ രാജ്യത്തെ പൗരന്മാരെ ഗുസ്പേട്ട് എന്ന് ആക്രോശിക്കുന്ന നമ്മൾ കേട്ടു. അങ്ങനെ എന്തൊക്കെ നമ്മൾ കേട്ടു. ആ വിദ്വേഷ വർത്താനങ്ങളെ ഈ രാജ്യം കണ്ണും മൂക്കും നോക്കാതെ തിരസ്കരിച്ചു എന്ന് പറയുന്നത് കൂടിയാണ് ഈ ഫലത്തിന്റെ സന്ദേശം രാഹുൽ. അല്ല ഹാഷ്മി, അവിടെയാണ് ഒരു പെട്ടെന്നൊരു കാര്യം. ശ്രീ നരേന്ദ്രമോദി അതേപോലെ റൂബിക ലിയാഖത്ത്, എന്റെ സുഹൃത്തു കൂടിയാണ്, ആ മാധ്യമപ്രവർത്തകയോട് ഈദിന്റെ ദിവസങ്ങളിൽ എന്റെ വീട്ടിലൊന്നും ആഹാരം ഉണ്ടാക്കാറില്ല, മുസ്ലിം സഹോദരങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ആഹാരമാണ് എന്റെ വീട്ടിൽ കഴിക്കാറുള്ളത്, അത്തരം കാര്യങ്ങളും കൂടെ പറഞ്ഞു. പിന്നെ ഹാഷ്മിയോട് ഒരു രഹസ്യം പറയാം. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, അല്ലല്ല റൂബിയ ലിയാഖത്തിനോട് അത് പറഞ്ഞ് ഞാൻ ഒറ്റ മിനിറ്റ്, റൂബിയ ലിയാഖത്തിനോട് നരേന്ദ്രമോദി ആ സംസാരം നടത്തി തൊട്ട് പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ. അപ്പൊ അതൊക്കെ ഒരു വോട്ടിന് വേണ്ടിയും ഒരു നയവും ഡൈനാമിക്സും ആണല്ലോ രാഹുൽ. ശ്രീ ഹാഷ്മിയോട് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ചാനൽസിലൊന്നായ 24-ൽ ഞാൻ പരസ്യമായ രഹസ്യം പറയാം. ഇത് ശ്രീ അംബേദ്കർ ഒക്കെ 70-80 വർഷം മുമ്പ് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഹിന്ദു എന്ന് പറയുന്ന വ്യത്യസ്ത ജാതികൾക്ക് ഞങ്ങളെ യുണൈറ്റ് ചെയ്യാൻ ഒന്നുമില്ല. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് ഞായറാഴ്ചയും മുസ്ലിം സഹോദരന്മാർക്ക് വെള്ളിയാഴ്ചയും ഉള്ള പോലെ ദിവസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഒരു പൊതു ശത്രു, ആ ശത്രു ഇമാജിൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിൽ ഉണ്ടാകുന്ന ഒരു ശത്രുവിനെ അപ്പുറത്ത് നിർത്തി ലാൻഡ് ജിഹാദ് വരുന്നു, ലവ് ജിഹാദ് വരുന്നു, തുപ്പൽ ജിഹാദ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് യുണൈറ്റ് ചെയ്യുന്നതാണ്. ഇത് അറിയുന്ന BJP-ക്കാരും അല്ലെങ്കിൽ വലതുപക്ഷവാദികളോ
തീവ്രവാദികളോ അല്ലെങ്കിൽ ഹിന്ദുവാദികളോ ഒക്കെ ഉള്ളിൽ ചിരിക്കും. അതായത് ഇതൊന്നും പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആരെങ്കിലും മീൻ ചെയ്ത് പറയുന്നൊന്നും അല്ല, തുപ്പിയിട്ട് ആഹാരം തരുന്നു വിശ്വസിച്ചിട്ട് പറയുന്നതല്ല. പക്ഷേ പ്രധാനമന്ത്രി എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രധാനമന്ത്രി അങ്ങനത്തെ പ്രധാനമന്ത്രി അല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രധാനമന്ത്രി അബ്ബാസ് എന്ന തന്റെ സുഹൃത്തിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള, അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പറയാറുള്ള മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്ന മോദിജിയെയും പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവതിനെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ ഹാർട്ട് ലൈനേഴ്സിനെ എനർജൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്, ഈ കേഡറിനെ ഒന്ന് ഊർജ്ജം കൊടുക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ല രാഹുൽ, അതിന് ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ ഉദ്ദേശമാണെങ്കിൽ അതിന് നിയുക്തരായ ആളുകൾ പറയട്ടെ, അതിന് നിയുക്തരായ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ രാജ്യം അങ്ങനെ അമ്പരക്കില്ല എന്ന് പറഞ്ഞാൽ അവരുടെ രീതി അങ്ങനെയാണ്, അവരുടെ ദൗത്യം അതാണ്. ഈ താങ്കൾ ഈ പറയുന്ന അപരനെ ചൂണ്ടിക്കാണിച്ച് ഇപ്പുറത്ത് ഏകീകരിക്കലാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സ്റ്റേച്ചർ അതല്ല. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്റെയും രാഹുൽ ഈശ്വറിന്റെയും കോൺഗ്രസുകാരന്റെയും രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. ആ സ്റ്റേച്ചർ മറന്ന ഒരു മനുഷ്യൻ നിന്ന് പറഞ്ഞ വിദ്വേഷ ഭാഷണങ്ങൾക്ക് രാജ്യം കൊടുത്ത പ്രഹരം കൂടിയാണ് രാഹുൽ. പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ. പക്ഷേ ഹാഷ്മിക്കും കൗതുകം തോന്നും, പേര് പറയുന്നില്ല, പക്ഷേ നാഷണൽ മീഡിയയിലെ ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട എന്റെയൊക്കെ സുഹൃത്തുക്കളായ വളരെ സീനിയർ ജേർണലിസ്റ്റ് അന്ന് വൈകിട്ട് ഈ വിഷയം നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചു. അവർ പോലും പറഞ്ഞത് ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി, യഥാർത്ഥത്തിൽ ഇത് സത്യമാണോ എന്ന് വിചാരിച്ചു. എനിക്ക് ആദ്യം വീഡിയോ അയച്ചതോ ഞാൻ ഈ AI ജനറേറ്റഡ് സ്പീച്ചാണ് നമ്മുടെ ബെൻസ്വാരയിൽ പ്രധാനമന്ത്രി ചെയ്തതെന്നാണ് ഞാൻ കരുതിയത്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അത് ആരോ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണ്. കാര്യം അങ്ങനെ മോദിജി പറയുന്നത് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അതൊക്കെ ഇലക്ഷന്റെ കാര്യത്തിൽ പറഞ്ഞാണ്, അതൊക്കെ പോയി തീർന്നു. അതിന്റെ എല്ലാം അവിടെ ഏകദേശം 1.5 ലക്ഷം വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു. ഭാരത് ആദിവാസി പാർട്ടിയാണ് വിജയിച്ചതെന്നാണ് പറയുന്നത്. എനിക്ക് നമ്മുടെ വിശ്വാസികളോടും ഹിന്ദു ജനതയോടും എന്റെ സമുദായത്തോടും ഒരൊറ്റ കാര്യം പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ മെസ്സേജ് അയോധ്യ എന്നുള്ളതും ഫൈസാബാദി എന്നുള്ള മെസ്സേജാണ്. അത് ശ്രീരാമൻ നമുക്ക് വേണ്ടി, ഗാന്ധിയുടെ രാമൻ നമുക്ക് വേണ്ടി പറയുന്ന മെസ്സേജാണ്. അതായത് ഒരുപാട് അയോധ്യ നിവാസികൾക്ക് അവരുടെ വീട് പോയി, അവരുടെ സ്ഥലം പോയി, ഉപജീവന മാർഗം പോയി. അതൊന്നും ശ്രദ്ധിച്ചില്ല, അവർക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ല. ഇത്രയും ലോകം ശ്രദ്ധിച്ച ഇവന്റ് പോലും അയോധ്യയിൽ ജയിക്കാനോ ഫൈസാബാദിൽ ജയിക്കാനോ കാരണമായില്ല. ഭഗവാൻ ശ്രീരാമൻ ഇഷ്ടം രാമഭക്തരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ, നമ്മുടെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ശ്രീരാമൻ കൊടുത്തത്, ഗാന്ധിയുടെ രാമൻ കൊടുത്തത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ മെസ്സേജ് എല്ലാവരും ഇന്റർണലൈസ് ചെയ്യണം. BJPയും കോൺഗ്രസും CPM-ഉം ആപ്പും എല്ലാം ഇന്റർണലൈസ് ചെയ്യണം. യഥാർത്ഥത്തിൽ അതാണ് ഈ ഇലക്ഷന്റെ ഡിഫൈനിങ് മെസ്സേജിൽ ഒന്ന്. രണ്ട്, നരേന്ദ്രമോദിജി 6000 വോട്ടുകൾക്ക് അജയ് റായോട് ഒരു സമയത്ത് ട്രെയിൽ ചെയ്തിരുന്നു. അത് ഞെട്ടലുണ്ടാക്കി. ആത്യന്തികമായി അദ്ദേഹം ജയിക്കുമെന്ന് അറിയായിരുന്നു. പക്ഷെ എന്നാലും ഒരു നിമിഷത്തേക്കെങ്കിലും 20 മിനിറ്റോളം ട്രെയിൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വലിയൊരു അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പപ്പു എന്നും ഒരിക്കൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധി എന്ന് ബഹുമാനം വേണ്ട ഒരു പരിഗണനയോടെ വിളിച്ചിട്ടില്ല. ഷെഹസാദ എന്ന പരിഹാസമല്ലേ ഉള്ളൂ. ആ ഷെഹസാദ അദ്ദേഹം റായ്ബറേലിയിൽ 4 ലക്ഷം വോട്ടിനെടുത്താണ് ഭൂരിപക്ഷം, വയനാട്ടിൽ 3.5 ലക്ഷമാണ് ഭൂരിപക്ഷം. ഈ പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിൽ അജയ് റായ് പാമ്പിടിച്ചവനാണ്. അജയ് റായിയോട് ഏതാണ്ട് ഒരു 1-2 മണിക്കൂറോളം പിന്നിൽ മുട്ടുപറച്ചതിന് ശേഷം ആകെ ഭൂരിപക്ഷം 1.5 ലക്ഷമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, സ്മൃതി ഇറാനി മുതൽ അജയ് മിശ്ര വരെ, രാജീവ് ചന്ദ്രശേഖർ മുതൽ സഞ്ജീവ് ബല്യാൻ വരെ കേന്ദ്രമന്ത്രിസഭയിലെ 6 മന്ത്രിമാരാണ് തോറ്റത്. അയോധ്യയിൽ തോറ്റു. അവിടെയാണ് ഒരു കാര്യം കൂടി, ഇത് BJP സപ്പോർട്ടേഴ്സിനോടും കൂടെ യഥാർത്ഥത്തിൽ ശ്രീ സുരേഷ് ഗോപിയുടെ മനസ്സാണ് വേണ്ടത്. ശ്രീ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ് ആദ്യം പറഞ്ഞ വാക്ക് തൃശ്ശൂരിലെ മതേതര പ്രജാ ദൈവങ്ങൾക്ക് ഞാൻ നമിക്കുന്നു എന്നാണ്. മതേതരം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മറ്റേ നെഹ്റുവിയൻ സെക്കുലറിസം അല്ല, എല്ലാവരും ഒരുമിച്ച് പോകണമെന്നുള്ളതാണ്. അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലടക്കം പോസ്റ്റ് ചെയ്തപ്പോൾ ആ വാക്ക് എടുത്തെഴുതിയിരുന്നു. ഒരു പക്ഷേ ഹാഷ്മി ശ്രദ്ധിച്ചു കാണും, ക്യാപിറ്റൽ ലെറ്ററിലൊക്കെ എന്താ സെക്യുലർ പീപ്പിൾ ഗോഡ്സ് ഓഫ് കേരള എന്നോ എന്തോ ഒരു വാക്ക് അദ്ദേഹം എഴുതിയിരുന്നു. അപ്പൊ ആ സുരേഷ് ഗോപിയൊക്കെ എടുക്കുന്ന ഒരു ലൈനാണ് വേണ്ടത്. അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ശ്രീ സുരേഷ് ഗോപിയൊക്കെ എടുക്കുന്ന പോലെ. അങ്ങ് ഒരു കാര്യം കൂടെ മറക്കരുത്, ശ്രീ ഹാഷ്മിയൊക്കെ അത് പറയുകയും വേണം. ഇത്രയും ക്യാമ്പയിന്റെ ചൂടിൽ പോലും നമ്മുടെ പരിശുദ്ധ റമദാൻ വന്നപ്പോൾ ഞാൻ റമദാൻ വ്രതം എടുക്കുന്നതാണ് പല വർഷങ്ങളായി എന്ന് പറയുന്ന ഒരു സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതും കേരളത്തിന്റെ നന്മയാണ്. അപ്പൊ നമുക്ക് ആ ലൈനാണ് പ്രധാനം. പാർട്ടി ഏതാണെങ്കിലും വലതാണെങ്കിലും സുരേഷ് ഗോപിയെ കേരളം ഒരു വർഗീയവാദിയായിട്ടോ ഇത്തരം ഹാർട്ട് ലൈനറായിട്ടോ ഇനി ഒരു പക്ഷേ BJP കാരനായിട്ട് പോലും കാണുന്നുണ്ടോ? ലൈനാണ് BJPക്കും കോൺഗ്രസിനും ഇന്ത്യക്കാർക്കും ഭാരതത്തിനെല്ലാം വേണ്ടത്. അത് സുരേഷ് ഗോപി നല്ല ശശി തരൂറിന്റെ ലൈൻ, ആരുടെ ലൈൻ എന്ന് വിളിച്ചാലും. അപ്പൊ ഈ പോസിറ്റീവ് ലൈൻ വളരെ പ്രധാനമാണ്. ആ സുരേഷ് ഗോപി പറഞ്ഞ ആ ബഹുസ്വരത, മതസൗഹാർദ്ദമെന്നോ മതേതരത്വമെന്നോ സെക്കുലറിസമെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, ആ പ്രത്യേക സാധനം നമുക്ക് എല്ലാവർക്കും വേണം. ആ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഇലക്ഷൻ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പോസിറ്റീവായി തന്നെ കാണണം. എല്ലാ അർത്ഥത്തിലും ഈ ഇലക്ഷൻ പോസിറ്റീവാണ്. ഒരുപാട് പരാജയപ്പെടേണ്ടവരുണ്ടായിരുന്നു, അവർ പരാജയപ്പെട്ടു. വിജയിക്കേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാർ വിജയിച്ചു. ക്ലോസ് കോമ്പറ്റീഷൻ ആയിരുന്നു, നല്ല ഫൈറ്റ് ആയിരുന്നു. 1-2 സ്റ്റേറ്റുകളിലെ ക്ലീൻ സ്വീപ്പ് ഒഴിച്ചാൽ പല സ്റ്റേറ്റിലും ഒരു സ്ട്രോങ് ഫൈറ്റ് കാഴ്ചവെക്കാൻ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്കായി അല്ലെങ്കിൽ പല മുന്നണികളിലും ഒരു ബാലൻസ് ഉണ്ടായി. ഒരുപക്ഷെ സമയം കഴിയാണ്, ഞാൻ ഇടപെടലേക്ക് പോകണേ. താങ്ക് യു രാഹുൽ. എന്തായാലും ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ UP ആണ്. UP കൊടുത്ത ഷോക്ക്, BJPക്ക് കൊടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് ഹിന്ദി ഹൃദയഭൂമി എന്നതിനെ ഹിന്ദു ഹൃദയഭൂമി എന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ ദേശത്ത് എന്തും പറഞ്ഞാൽ ആ പാവങ്ങൾ എന്തും കേൾക്കുമെന്ന് പറയുന്ന
അബദ്ധ ചിന്തയ്ക്ക് കൊടുക്കുന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് പ്രധാനം ഈ തെരഞ്ഞെടുപ്പിന്റെ ടേക്ക് അവേ അത് തന്നെയാണെന്ന് തോന്നുന്നു. തിരികെ തമ്മിൽ വളരെ വിശേഷം.